കർണാടക മുൻ DGPയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. AP നദീറ, ഇതിൽ ഭാര്യയാണോ സംശയിക്കുന്നത്? ഭാര്യ കസ്റ്റഡിയിലാണ്. മാത്രമല്ല കൊലപാതകത്തിന് ശേഷം ഭാര്യ അയച്ച മെസ്സേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പിശാചിനെ ഞാൻ തീർത്തു എന്ന മട്ടിലുള്ളൊരു മെസ്സേജ് എന്തോ അയച്ചതായിട്ട് അറിയുന്നു. മുൻ DGP ആണ് കർണാടകയുടേത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് നദീറ? ബംഗളൂരുവിൽ നിന്നും AP നദീറ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മുൻ DGP ഓം പ്രകാശിന്റെ കൊലപാതകത്തിൽ ഭാര്യയെ തന്നെയാണ് സംശയിക്കുന്നത്. ഭാര്യയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു 3:30 ഇവരുടെ വീട്ടിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുകയും അത് കൊലപാതകത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. അടുക്കളയിൽ നിന്ന് മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് 10 തവണ മുൻ DGP ഓം പ്രകാശിന്റെ ദേഹത്ത് ഭാര്യ കുത്തി എന്നാണ് പറയുന്നത്. ആഴമുള്ള മുറിവുകൾ നെഞ്ചിലും കഴുത്തിലുമുണ്ടായിരുന്നു. അതാകാം മരണകാരണമായതെന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ സെൻറ്റ് ജോൺസൺസ് മെഡിക്കൽ കോളേജിലുള്ള മോർച്ചറിയുടെ പുറത്താണ്. ഇവിടെയാണ് ഈ മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് പറയുന്നത് സ്വത്ത് തർക്കമാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഉത്തര കന്നഡ ജില്ലയിലുള്ള വലിയ ഒരു സ്വത്തിൻ്റെ ഭാഗം ഇഷ്ടദാനമായി സഹോദരിക്ക് എഴുതി നൽകിയിരുന്നു. ഇതിൽ പ്രകോപിതയായിരുന്നു ഭാര്യയും അതുപോലെ മകളും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെ ചൊല്ലി എന്നും വഴക്കുണ്ടാകും. കൂടാതെ മറ്റ് സ്വത്തുവകളൊക്കെ മകൻ്റെ പേരിൽ, മകൻ കാർത്തികേഷിൻ്റെ പേരിലും ഇദ്ദേഹം എഴുതി വെച്ചിരുന്നു. ഇതിലെല്ലാം ഇവർ നിരന്തരം വഴക്ക് വീട്ടിൽ നടക്കുമായിരുന്നു. ഇവരെക്കുറിച്ചുള്ള ആക്ഷേപം, ഭർത്താവിനെക്കുറിച്ചുള്ള ആക്ഷേപം IPS ഉദ്യോഗസ്ഥരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യവും ഇവർ അറിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആരും തന്നെ ഇതിൽ ഇടപെടുകയോ നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഇവർ മാനസിക നില ശരിയല്ലാത്ത ഒരാളാണെന്ന് കൂടി മകൻ പരാതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. കാർത്തികേഷിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. മകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. മകൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കാരണം ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ മകൾ 3ാമത്തെ നിലയിലായിരുന്നു വീട്ടിൽ. എന്നിട്ട് താഴേക്ക് വന്നപ്പോഴാണ് കൊലപാതകം നടത്തി അമ്മ ഇരിക്കുന്നത് കണ്ടത്. അമ്മയ്ക്കൊപ്പം കൂടെ ഇരിക്കുകയാണ് ഇവർ ചെയ്തത് എന്നാണ് പറയുന്നത്. മരണം ഉറപ്പാക്കുന്നത് വരെ അത് കണ്ടുകൊണ്ട്, പിടഞ്ഞ് മരിക്കുന്നത് കണ്ടുകൊണ്ട് അമ്മയും മകളും സ്വീകരണ മുറിയിൽ ഇരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. എന്നാലും നിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നത്. 68-കാരനായ മുൻ IPS ഉദ്യോഗസ്ഥൻ 2017 ഇദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതും പിന്നീട് വിശ്രമ ജീവിതം നയിച്ചതും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അരുൺകുമാർ. താങ്ക് യു. AP നദീറയാണ് കാര്യമായി കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത്. അതുതന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. പിന്നെ അതിൻ്റെ ദുരൂഹതകളൊക്കെ മാറി വരണം എന്നുള്ളതാണ്. എന്നാലും ഒരു ഭാര്യ ഒരു ഭർത്താവിനെ ഇത്രയും കുത്തിക്കൊല്ലാൻ വേണ്ടി എന്ത് വൈരാഗ്യമാണ് ഉള്ളിൽ ഉണ്ടാവുക? എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ പറയും വീട്ടിൽ ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ കുത്തിക്കൊന്നേനെ എന്നൊക്കെ ദേഷ്യത്തിൽ പറയും. പക്ഷേ അങ്ങനെ ചെയ്യാനല്ലല്ലോ അങ്ങനെ പറയുക. പക്ഷേ കർണാടകയിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന മുൻ DGP കൂടിയാണ് എന്നതാണ് വാർത്തയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്.